NEP നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ള നമ്മുടെ സ്റ്റാൻഡ് അവരെ അറിയിക്കുന്നു. അപ്പൊ പിന്നെ MOU നടപ്പാക്കാൻ പറ്റില്ല, ആ MOUമായി മുന്നോട്ട് പോകാനും പറ്റില്ല. അജിംസെ, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, MOUമായി മുമ്പോട്ട് പോകുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? ഇതെല്ലാം LDFന്റെ വ്യാഖ്യാനമാണ്. ഞങ്ങൾ MOUമായി മുമ്പോട്ട് പോകുന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ സർക്കാർ വന്ന് ആദ്യ മന്ത്രിസഭാ യോഗം അല്ലെങ്കിൽ ആദ്യ ഘട്ടത്തിൽ നടന്ന മന്ത്രിസഭാ യോഗങ്ങളിൽ തീരുമാനിച്ചത് കഴിഞ്ഞ സർക്കാർ ലീഗലി എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്. എന്താ അത് മന്ത്രിസഭാ ഉപസമിതി കൂടി അതിന്റെ റിപ്പോർട്ട് വരുന്നോടം വരെ ഈ പദ്ധതിയെ കെപ്റ്റ് അബയൻസ് ചെയ്യുക എന്നുള്ളതാണ്. ആ കെപ്റ്റ് അബയൻസ് എന്ന വാക്ക് ഡോക്ടർ വാസുകി IAS അയച്ച ലെറ്ററിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോ അവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്. എന്താ, കഴിഞ്ഞ മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് ഞങ്ങളുടെ ക്യാബിനറ്റിന്റെ മുമ്പിലോ സർക്കാരിന്റെ മുമ്പിലോ ഇല്ല. അതുകൊണ്ട് ആ മന്ത്രിസഭാ ഉപസമിതി ആർക്കാണ് റിപ്പോർട്ട് നൽകിയെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ മന്ത്രിസഭാ ഉപസമിതി വെക്കുന്നു. ആ ഉപസമിതിയുടെ റിപ്പോർട്ട് വരട്ടെ, അത് വന്നതിന് ശേഷം തീരുമാനിക്കാം. ഇവിടെ എവിടെയാണ് പ്രശ്നം? ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ചർച്ച ചെയ്യേണ്ടത്. ഒന്ന്, പിണറായി വിജയൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരാൾ തന്നെ പറയുന്നു PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. അപ്പോ അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തുകൊണ്ടിരുന്നവർ, അദ്ദേഹത്തെ നിയന്ത്രിച്ചിരുന്നവർ ടോയ്ലറ്റ് നാപ്കിൻ കൊണ്ടുപോയി കൊടുത്താൽ അതിൽ ഒപ്പിടുമെന്ന് ശിവശങ്കരൻ പണ്ട് പറഞ്ഞത് അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. ശിവശങ്കരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അനുയായി ഇന്ന് വേറെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പോട്ടെ, ഇനി എന്തായാലും ആ ടോയ്ലറ്റ് നാപ്കിനിൽ ഒപ്പിട്ടുകൊണ്ടിരുന്ന പിണറായി വിജയനെ നിയന്ത്രിച്ചിരുന്ന ഒരാൾ തന്നെയാണ് പറയുന്നത് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ലെന്ന്. അപ്പൊ അദ്ദേഹത്തിന് അറിയാമായിരുന്ന കാര്യം പിന്മാറാൻ പറ്റില്ല എന്ന അദ്ദേഹത്തിന്റെ ബോധ്യം, ആ ബോധ്യം പിണറായി വിജയന് നേരത്തെ ഉണ്ടായിരുന്നു കാണുമല്ലോ. കാര്യം അദ്ദേഹത്തിന്റെ ടീമിലുള്ള ആളല്ലേ, പറഞ്ഞു കൊടുത്തു കാണുമല്ലോ. ആ ബോധ്യത്തോടു കൂടി തന്നെയാണ് പിണറായി വിജയൻ ഒപ്പിട്ടത് എന്നതിന്റെ തെളിവാണ്. പക്ഷേ സുഹൃത്തെ, കാളിയാടൻ അറിഞ്ഞിട്ടില്ല ഇത് MOU ഒപ്പുവെക്കുന്നത്. ഈ കാളിയാടൻ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തന്നെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം ഇത് ഒപ്പിടുന്നതിന്റെ തൊട്ട് തലേന്നാണ് ചിന്താ വാരികയിൽ ശിവൻകുട്ടിയുടെ ലേഖനം PM ശ്രീ പദ്ധതിക്കെതിരെയും ദേശീയ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരെയും ലേഖനം വന്നത്. പിറ്റേ ദിവസം ഒപ്പിട്ടു എന്ന വാർത്ത നമ്മൾ കേൾക്കുന്നത്. അല്ല, ദേശീയ സെക്രട്ടറി ഒരു എന്താണ്, ഈ ലിഫ്റ്റിലേക്ക് കയറുന്നതിന് മുമ്പ് PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കാനോ നിങ്ങൾക്ക് വട്ടില്ല എന്നാണ് നിങ്ങൾ മാധ്യമങ്ങളോട് ചോദിച്ചത്. അങ്ങനെ ചിന്തിക്കാൻ. അപ്പോ ഇത് ആരും അറിയാതെ കടത്തിക്കൊണ്ട് വന്നത് പിണറായി വിജയനാണ്. അതിനുശേഷം പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഇത് എങ്ങനെ പിൻവലിക്കാൻ ഏതൊക്കെ കുരുക്കിട്ട് കുരുക്കാമോ അതെല്ലാം കുരുക്കിയ ശേഷം ഞങ്ങളോട് ഇത് മുഴുവൻ അങ്ങ് അടിച്ചോ എന്ന് പറയുന്ന നിലപാട് രാഷ്ട്രീയ പാപ്പരത്വമാണെന്ന് ജനം മനസ്സിലാക്കും എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്. 10 സെക്കൻഡ് ഞാൻ പറയാം. UDFന്റെ നിലപാട് PM ശ്രീ നടപ്പിലാക്കും എന്നുള്ളതല്ല. ഞങ്ങൾ നിലവിൽ ചെയ്തിരിക്കുന്നത് ടെക്നിക്കലി ആൻഡ് ലീഗലി കഴിഞ്ഞ സർക്കാർ എടുത്തൊരു നടപടിയുണ്ട്. ആ നടപടി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഏത്? മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് വരുന്നോടം വരെ ഈ സർക്കാർ ഒരു പൊസിഷൻ ഇനി എടുക്കുന്നില്ല. അത് വരട്ടെ. വന്നതിന് ശേഷം പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഒരു സ്റ്റാൻഡ് ഈ സർക്കാരിന് ഉണ്ടാവും. ആ സ്റ്റാൻഡ് വളരെ കൃത്യമായി രാത്രിക്ക് രാത്രി മറ്റേ തലയിൽ മുണ്ടിട്ട് കോഴിയെ കക്കാൻ പോകുന്നത് പോലെ ഒരു പദ്ധതിയോടെ നടപ്പിലാക്കാൻ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളത് വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമങ്ങളോടും കേരളത്തിലെ ജനങ്ങളോടും വിശദീകരിച്ചായിരിക്കും മുമ്പോട്ട് പോവുക. ശരി.